നമുക്ക് ഇന്നൊരു കയ്പ്പക്ക കറി വെക്കാം. അതിനൊരു സാധനങ്ങൾ ശേഖരിക്കാൻ പോവാണ്. ഒരു തേങ്ങയുടെ ആവശ്യമുണ്ട്. തേങ്ങ എടുത്ത് ഇനി നമുക്ക് പൊളിക്കാം. അപ്പോൾ തേങ്ങ പൊളിക്കാൻ പോകുന്ന സമയത്ത് കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. നമ്മൾ ഫിഷ് വളർത്തൽ, ചെമ്മീനുണ്ട്, ശ്രിമ്പ് ബ്ലാക്ക് കളർ ശ്രിമ്പാണ് കാണുന്നത്. ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്. നമുക്ക് തേങ്ങ പൊളിക്കാം. ഒരു കയ്യിൽ ക്യാമറയും മൊബൈലും ഒരു കൈ കൊണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, കാണുന്നൊരു ക്ഷമിക്കുക. തേങ്ങ നമുക്ക് പൊളിക്കാം. കുറച്ച് കഷ്ടപ്പെട്ട് തേങ്ങ പൊളിക്കണ വീഡിയോ എടുക്കാനായിട്ട്. ഏതായാലും അയ്യോ വീണ്ടും എടുത്ത് ഇനിയും വീഴും. ഇതിനൊക്കെ കഷ്ടപ്പെട്ട് പൊളിച്ചുണ്ട്. ഒരു കൈ വെച്ചിട്ടാണ് ചെയ്യണത്, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇപ്പോൾ അടുത്ത റെക്കോർഡിങ്. അതെന്താണെന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ അത് ഫുള്ളായിട്ട് കിട്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ആ വീഡിയോ എടുത്തതെന്നുള്ളത് മനസ്സിലായൊരു കമൻറ്റ് ചെയ്യണേ. കഴിഞ്ഞു. ഇനി നമുക്ക് വാഴ കുറച്ചിട്ടുണ്ട്. കണ്ട പ്ലാവിൽ ചക്ക ഉണ്ട്, വെറ്റിലയാണ് പടർന്ന് നിൽക്കുന്നത്. പാഷൻ ഫ്രൂട്ട് ഉണ്ട്, ഒരു വാഴ കൂടി കൊലിച്ചിട്ടുണ്ട്. നമുക്ക് ബീച്ചിൽ പുറത്തൊക്കെ പോയി വന്നാൽ ഫ്രഷ് ആവണമെങ്കിൽ നനഞ്ഞിട്ടൊക്കെ അല്ലേ വരാം. അപ്പോൾ നമുക്ക് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ഷവറാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. PVC പൈപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല വെള്ളം വരും, നല്ല അടിപൊളിയാണ്. കുളിക്കാനൊക്കെ സുഖം. നൈറ്റൊക്കെ നമുക്ക് കുളിക്കാൻ പോയിട്ട് ആരും കാണാനൊന്നുമില്ല. കാല് കഴുകാനും നല്ല സെറ്റപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അവിടെ. അങ്ങനെ നമ്മൾ തേങ്ങ പൊട്ടിക്കലായി. മൊബൈൽ എങ്ങനെ പിടിച്ചിട്ടാണ് തേങ്ങ പൊട്ടിക്കണം എന്നുള്ളത് മനസ്സിലാവും. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പൊട്ടിയിട്ടുണ്ട്. തേങ്ങ ചിരകണം. അതിൽ കൈയൊന്ന് മുറിഞ്ഞു, കുറച്ച് ബ്ലഡൊക്കെ വന്ന് കൈ മുറിഞ്ഞിട്ട് നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും സാറില്ല, നമ്മൾ ചെയ്യാൻ പോകുന്ന പണി ചെയ്യണ്ടേ, കറി വെക്കണ്ടേ. ഇപ്പോൾ മുളക് പൊടി സ്പൂൺ തേങ്ങയിലിട്ട് 2 സ്പൂൺ മുളക് പൊടി, 3 സ്പൂൺ മുളക് പൊടി ഇട്ട്. മഞ്ഞൾപ്പൊടിയാണ് 1 ടീസ്പൂൺ ആവുണ്ടാവുക. ഇട്ടത് ഓർമ്മയില്ല.
നന്നായി കുഴച്ച് ചെറിയ മിക്സിയിൽ ഗ്രൈൻഡറിൽ ആദ്യം പൊടിച്ചെടുത്തിട്ട് പിന്നെ അരച്ചെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല മിക്സ് ഇട്ടാൽ വെറും 1500 രൂപയ്ക്ക് ബട്ടർഫ്ലൈ ഓൺലൈനിൽ മേടിച്ചതാണ്. മിക്സ് സൂപ്പറാണ്. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അത് പൊടിച്ചെടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ചെയ്തത്. നന്നായി തേങ്ങ അരച്ച് വെച്ച് ഇനി നമുക്ക് പുളി പിഴിഞ്ഞെടുക്കാം. പുളി കുറച്ച് നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതായിരുന്നു. അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. ചട്ടി വെച്ച് അടുപ്പ് കത്തിക്കുക. നമ്മളടുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരൊക്കെ കാണുക, വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടിയിലുള്ള അടുപ്പ് നാശമായിട്ടുണ്ട്. നമ്മളിവിടെ ഇല്ലാത്ത കാരണം അതിൻ്റെ വർക്കിങ് തീരെ കറക്റ്റ് ഇല്ല. അപ്പോൾ ഒരു പഴയ അടുപ്പുണ്ടെന്ന് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് അരിഞ്ഞ് വെച്ച സവാള ഇടുക. ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇളക്കി സെറ്റായതിനു ശേഷം നമുക്കതിലേക്ക് പച്ചമുളക് ഇടാം, തക്കാളി ഇടാം. പച്ചമുളകും തക്കാളി ഒരുമിച്ച് നല്ല ഒരുമിച്ച് തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം പച്ചമുളകും വെളുത്തുള്ളി ഉണ്ടായിരുന്നു അതും കൂടെ ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി വെറുതെ രണ്ട് പീസ് മാത്രം ഞാൻ വെറുതെ ഇട്ടതാണ്. അതിൽ നിർബന്ധമൊന്നുമില്ല. പക്ഷെ കറി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. പത്തലിക്കാണെങ്കിലും പൊട്ടിനാണെങ്കിലും ചോറിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും ഫിഷ് കറി പോലെയാണ്. കയ്പക്ക ഉണ്ടെന്നുള്ളൂ, പക്ഷെ നല്ല വേറെ ടേസ്റ്റാണ്. അപ്പോൾ കയ്പക്കൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി പുളിവെള്ളം ഒഴിക്കണം. നന്നായി മിക്സായിട്ട് ഒന്നിട്ട് വടിയതിന് ശേഷം പുളിവെള്ളം ഒഴിക്കാം നമുക്ക്. പുളി ഒരു കയ്യിൽ മൊബൈലായതുകൊണ്ട് ഒരു കൈ വെച്ചിട്ടാണ് ചെയ്യണത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു തുടക്കക്കാരിയാണ്, എനിക്കതൊന്നും ശീലമില്ല. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായി. പക്ഷെ ഇങ്ങനെ കുക്കിങ്ങിൻ്റെതൊക്കെ ഇങ്ങനെ എഡിറ്റ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. എന്തെങ്കിലുമൊക്കെ പകപ്പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാണുന്നതെല്ലാം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ കറി ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. എന്തായാലും ഞാൻ ഈ ചെയ്യണത്, ഞാൻ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായി, ഇപ്പോഴാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത് എന്നാണ്. അപ്പം പുളിവെള്ളം കുറച്ചും കൂടി ഒഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ച് നന്നായിട്ട് കത്തിച്ച് വേവിക്കണം നമുക്ക്. വെന്തതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചത് നല്ല വെന്തതിന് ശേഷം മൂടി വെക്കാം. അത് ഇന്നലത്തെ മീൻകറി ബാക്കിയുള്ള കൂട്ടി വെച്ചാട്ടോ. നല്ല വേവുണ്ട്. നല്ല കൊടുക്കിടക്ക് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പിട കുറച്ച് ഓരോരുത്തർ പാകത്തിനനുസരിച്ചിട്ട് ഉപ്പിട കേട്ടോ. ചിലർക്ക് ഉപ്പ് കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് ഉപ്പ് കുറവ് മതി, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ കറി എന്തായാലും നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്യണേ.
നല്ല ടേസ്റ്റ്. തേങ്ങ വറുത്തിട്ടൊന്നുമല്ല, നോർമൽ തേങ്ങ, സാധാ പച്ച തേങ്ങ അരച്ചത് അത് ഇതിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് വെള്ളം കുറച്ച് കട്ടി കൂടുതലാണ്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് കറക്റ്റ് ആക്കട്ടോ. നല്ല വേപ്പലയും കടുകും എല്ലാം ഇട്ട് താളിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, താളിച്ച് വെക്കാൻ മറന്നതാണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഉള്ള അവസ്ഥ. ഇതാണ് കറി. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാം ട്രൈ ചെയ്യുക.